CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കി. ആര്യബാബു കൊണ്ടൂർക്കുന്നിലാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. ശനിയാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ. പ്രിയദർശിനി പദ്ധതി ലോണെടുത്ത് ബസ് വാങ്ങിയവർ ആത്മഹത്യയിലേക്ക് ചെന്നെത്തുന്ന സാഹചര്യമാണുള്ളതെന്നും AK ബാലൻ തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ച് ശക്തമായ സമരം നടത്തുമെന്ന് CITU. ഓപ്പറേഷൻ തൂഫാൻ നടപടികൾ ശക്തമാക്കി പോലീസ്. എടത്തനാട്ടുകരയിലും കൊണ്ടോട്ടിയിലും MDMAയുമായി യുവാക്കൾ പിടിയിൽ. വിദ്യാർത്ഥികളെ കലാകായിക പ്രവർത്തനങ്ങൾ കൂടുതൽ തൽപരരാക്കി ലഹരി വിപത്തിനെ നേരിടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ. ആനമങ്ങാട് പള്ളിപ്പടിയിൽ പട്ടാപ്പകൽ മോഷണം. ആക്രിക്കടയിൽ നിന്ന് 5000 രൂപയും വിലപിടിപ്പുള്ള ചെമ്പും മോഷ്ടാവ് അപഹരിച്ചു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കി. ആര്യംബാബു കൊണ്ടൂർക്കുന്നിലാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. ശനിയാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. കൊമ്പം പള്ളത്ത് വീട്ടിൽ 43-കാരനായ സുകുമാരൻ, ഭാര്യ 38 വയസ്സുള്ള ദീപ എന്നിവരാണ് മരിച്ചത്. കുടുംബവഴക്കിനെ തുടർന്നാണ് കൊലപാതകമെന്നാണ് നിഗമനം. സംഭവം നടക്കുമ്പോൾ 16-കാരിയായ മകളും വീട്ടിലുണ്ടായിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഗുരുതരമായി പരിക്കേറ്റ ദീപയെ മണ്ണാർക്കാട്ടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിന് പിന്നാലെ സുകുമാരൻ സ്വയം പരിക്കേൽപ്പിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സംഭവത്തിന്റെ കാരണം ഉൾപ്പെടെ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി. CCN മണ്ണാർക്കാട്. ലഹരി വിപത്തിനെതിരെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊണ്ടോട്ടിയിൽ പോലീസിന്റെ വൻ രാസലഹരി വേട്ട. 25 ലക്ഷം രൂപ വിലമതിക്കുന്ന 780 ഗ്രാം MDMAയുമായി യുവാവിനെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരി കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തു. പുളിക്കൽ അരൂരിൽ നടത്തിയ പരിശോധനയിലാണ് അരൂർ സ്വദേശി തട്ടാരൻചോല വീട്ടിൽ രതീഷ് പിടിയിലായത്. അരൂർ മേഖല കേന്ദ്രീകരിച്ചുള്ള ദമ്പതികൾ ഉൾപ്പെട്ട ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനിയാണ് രതീഷ് എന്ന് പോലീസ് പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാത്രി പോലീസ് സംഘം അരൂരിൽ പരിശോധന നടത്തുകയായിരുന്നു. രതീഷ് ലഹരി കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും പിടിച്ചെടുത്തിട്ടുണ്ട്. മേഖലയിൽ വൻതോതിൽ രാസലഹരി വിൽപ്പന നടക്കുന്നുണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. കൊണ്ടോട്ടി അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് കാർത്തിക് ബാലകുമാർ, കൊണ്ടോട്ടി ഇൻസ്പെക്ടർ K അനുദാസ്, സബ് ഇൻസ്പെക്ടർ PT സൈഫുള്ള എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. CCN മലപ്പുറം. പ്രിയദർശിനി പദ്ധതി ലോണെടുത്ത് ബസ് വാങ്ങിയവർ ആത്മഹത്യയിലേക്ക് ചെന്നെത്തുന്ന സാഹചര്യമാണുള്ളതെന്ന് AK ബാലൻ. തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ച് ശക്തമായ സമരം നടത്തുമെന്ന് CITU. സ്വകാര്യ ഗതാഗത മേഖല ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. KSRTCയെ സഹായിക്കുന്നത് പോലെ തന്നെ ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് സാമ്പത്തിക സഹായം ബഡ്ജറ്റിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. അത് ഈ ബഡ്ജറ്റിലില്ല. മാത്രവുമല്ല, ആയിരക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നിഷേധത്തിനും ഇത് വഴിയൊരുക്കും. അതോടൊപ്പം തന്നെ ബാങ്കിൽ നിന്ന് ലോണെടുത്ത് വാഹനങ്ങൾ വാങ്ങിയവർക്ക് അത് റീപേയ്മെൻറ്റ് നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ റവന്യൂ റിക്കവറി വരും. അതിനെ തുടർന്ന് ആത്മഹത്യയിലേക്ക് അടക്കം ചെന്നെത്തുന്ന സ്ഥിതിയുണ്ടാകും. അപ്പോൾ ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതമാണ് KSRTCയിൽ സ്ത്രീ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെടുന്നത്. KSRTC തന്നെ നശിക്കാനാണ് പോകുന്നത്. അടുത്ത വർഷം ഈ ബഡ്ജറ്ററി സപ്പോർട്ട് പോലും ഗവൺമെൻറ്റിന് കൊടുക്കാൻ സാധിക്കില്ല. ഇപ്പം തന്നെ 1080 കോടി രൂപ വേണ്ടുന്ന സ്ഥാനത്ത് 600 കോടിയാണ് ബഡ്ജറ്റിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത വർഷമാകുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ ബഡ്ജറ്റിൽ നീക്കിവെക്കാനും ഗവൺമെൻറ്റിന് സാധിക്കില്ല.
പൊതുമേഖലയും തകരും, സ്വകാര്യ മേഖലയും തകരും. സ്വകാര്യ മേഖല എന്ന് ഞാൻ പറയുമ്പോൾ ചെറുകിട മേഖലയാണ്. വൻകിടക്കാർക്കിത് പ്രശ്നമാകില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിൽ നഷ്ടപ്പെടുന്ന കുടുംബങ്ങളെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. CCN മണ്ണാർക്കാട്. സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലുണ്ടായ വീഴ്ചയെ സ്വയം വിമർശനത്തോടെ ചൂണ്ടിക്കാട്ടി CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ. CITU മണ്ണാർക്കാട് ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച T ശിവദാസ് മേനോൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു AK ബാലൻ. ഈ KSRTC സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര പ്രശ്നമായിട്ടുള്ളത്? ഈ 1000 രൂപ കിട്ടുന്ന സ്ത്രീകളിലെ 10-1 നമ്മൾക്കൊന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഗതികേട് വരുമായിരുന്ന. അപ്പോൾ പാർട്ടി രഹസ്യം സ്വകാര്യമായി വെക്കണം എന്നാരോ പഠിപ്പിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇതും പെടുത്തി ആരോടും പറഞ്ഞില്ല. ചുരുക്കത്തിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും ക്ഷേമ പ്രവർത്തനങ്ങൾ കൊണ്ടും മാത്രം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ല. എന്നാൽ അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. അതിനോടൊപ്പം രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. തൊഴിലാളി വർഗ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. വിപ്ലവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അപ്പോൾ അതിശക്തമായ രാഷ്ട്രീയ പ്രചരണമില്ലാതെ സഖാക്കളെ ജനങ്ങളെ രാഷ്ട്രീയമായി ബോധ്യപ്പെടുത്താൻ സാധിക്കാത്തിടത്തോളം കാലം നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നമ്മൾ നൽകിയ 1000 രൂപയെക്കുറിച്ച് 10-1 സ്ത്രീകളെയെങ്കിലും ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടാകില്ലായിരുന്നു. KSRTCയിലെ സൗജന്യ യാത്രയെക്കുറിച്ച് UDF എത്രത്തോളമാണ് പ്രചാരണം നടത്തിയതെന്നും AK ബാലൻ ചോദിച്ചു. നല്ല രൂപത്തിൽ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ മാറ്റം ഉണ്ടാവും. ആ മാറ്റം പല സ്ഥലത്തും ഉണ്ട്. വലിയൊരു പോറൽ നമ്മുടെ ഇതിലെ കയറ്റിട്ടില്ല. ആ ഏറ്റ പോറൽ എന്ന് പറയുന്നത് എന്റെ സംഘടനാപരമായിട്ടുള്ള നമുക്ക് നല്ല രൂപത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. പല കാര്യങ്ങളിലേക്ക് വേണമെന്ന് പട്ടണത്തിലേക്ക് കെട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ രാഷ്ട്രീയ അവബോധം, തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ വർഗ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തുന്നതിൽ വൈമനസ്യമുണ്ടായാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത്. CITU ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി M ഹംസ, സംസ്ഥാന സമിതി അംഗം TK അച്യുതൻ, CPIM ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി, CITU ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P ദാസൻ, K കുമാരൻ, ഡിവിഷൻ ഭാരവാഹി രുക്മിണി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം ഹക്കി മണ്ണാർക്കാട് സ്വാഗതവും പ്രശോഭ് നന്ദിയും പറഞ്ഞു. CCN മണ്ണാർക്കാട്. നാട്ടുകൽ പോലീസ് എടത്തനാട്ടുകര കോട്ടപ്പളയിൽ നടത്തിയ പരിശോധനയിൽ മാരക മയക്കുമരുന്നായ MDMA-യും ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച പണവുമായി യുവാവ് പിടിയിലായി. പിലാച്ചോല ഉപ്പുകുളം സ്വദേശി മുണ്ടഞ്ചേരി സുമീർ ബാബുവാണ് നാട്ടുകൽ പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് 45 ഗ്രാം MDMA-യും ലഹരി വിൽപ്പനയിലൂടെ സമ്പാദിച്ച 84,000 രൂപയും പോലീസ് പിടിച്ചെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ശനിയാഴ്ച രാത്രിയിൽ നാട്ടുകൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കോട്ടപ്പളയിൽ വെച്ച് ഇയാളെ പിടികൂടിയത്. പ്രദേശത്ത് ലഹരി വിൽപ്പന നടത്തുന്ന പ്രധാന കണ്ണികളിൽ ഒരാളാണ് പിടിയിലായതെന്നാണ് സൂചന. പിടിച്ചെടുത്ത ലഹരി മരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചും ഇതിന് പിന്നിലുള്ള മറ്റ് ലഹരി മാഫിയ കണ്ണികളെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. CCN ചെത്തല്ലൂർ. മുണ്ടൂർ തൂതപാതയിലെ അപകട മേഖലയായ കുളക്കാട് വളവിൽ വീണ്ടും വാഹനാപകടം. തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നും മാങ്ങ കയറ്റി വരികയായിരുന്ന പിക്കപ്പ് ലോറി കുളക്കാട് വളവിൽ മറിഞ്ഞു. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. തമിഴ്നാട് നാമക്കല്ലിൽ നിന്നും മാങ്ങ കയറ്റി വന്ന പിക്കപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവറും സഹായിയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുളക്കാട് വളവിൽ അപകടങ്ങൾ പതിവാകുന്നത് യാത്രക്കാരെയും നാട്ടുകാരെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നുണ്ട്. CCN കടമ്പഴിപ്പുറം. മാരായമംഗലം ഫീനിക്സ് ഹിന്ദി വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിസിത സൂരജ് ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ഇവിടെ എത്തിയപ്പോൾ കുറച്ചു കാലം പിന്നോട്ട് സഞ്ചരിച്ചു പോയി. കാരണം ഈ ട്യൂഷൻ സെന്ററിൽ ഇരുന്നു കൊണ്ട് ഒരു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ ഈ വിദ്യാലയത്തിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഓർമ്മകളിലേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞു. എന്തായാലും എന്നെ ഇങ്ങനൊരു യോഗത്തിലേക്ക് ഇവിടെ ക്ഷണിച്ച എൻ്റെ ഗുരുനാഥൻ കൂടിയായ അജിത് മാസ്റ്ററോടുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും
അറിയിക്കാൻ കൂടി ഞാൻ ഈ വേദി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ സ്കൂളിൻ്റെ നമ്മുടെ മാരായമംഗലം ഹൈസ്കൂളിൻ്റെ വിജയ ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കാൻ നമ്മുടെ ഫീനിക്സ് ട്യൂഷൻ സെന്ററിന് കഴിഞ്ഞു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫീനിക്സ് സ്ഥാപകനും മുൻ നെല്ലായ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എ ബാലൻ മാസ്റ്റർ സ്മാരക പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു. സദോദേശം ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സരൾ ഹിന്ദി പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ചവർക്കുള്ള പുരസ്കാരങ്ങളും ഇതോടൊപ്പം വിതരണം ചെയ്തു. സഞ്ജയ് വി സി, കിരൺ രാജ് എ, ഇർഷാന സി, കൃഷ്ണപ്രിയ എൻ. നെല്ലായ പഞ്ചായത്ത് അംഗം ഐ ഷാജു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം നിഷ ഷാജു, സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം, പൊൻകുന്നം വർക്കി പുരസ്കാര ജേതാവ് ദിനേശൻ എഴുവന്തല, ഡോക്ടർ അജിത് കെ മാരായമംഗലം, പറമ്പത്ത് രാമൻകുട്ടി നായർ, ജയകുമാർ എന്നിവർ സംസാരിച്ചു. വിജയികളായ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. മനുഷ്യ വന്യജീവി സംഘർഷം കാര്യക്ഷമമായി നേരിടുന്നതിന് നിലമ്പൂർ RRTക്ക് CSR ഫണ്ടിലൂടെ ലഭ്യമാക്കിയ ടയോട്ട ഹൈലക്സ് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിലമ്പൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ പ്രിയങ്ക ഗാന്ധി MP നിർവഹിച്ചു. ഏത് ദുർഘടമായ ഭൂപ്രദേശത്തും അതിവേഗതയിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഈ ഓഫ് റോഡ് വാഹനം 53 ലക്ഷം രൂപ ചിലവിലാണ് ലഭ്യമാക്കിയത്. സമാനമായ വാഹനവും 1.34 കോടി രൂപയുടെ അത്യാധുനിക ഉപകരണങ്ങളും മുൻപ് വയനാട് RRTക്കും CSR ഫണ്ട് മുഖേന പ്രിയങ്ക ഗാന്ധി MP ഇടപെട്ട് നൽകിയിരുന്നു. മനുഷ്യ വന്യമൃഗ സംഘർഷം ഏറെ സങ്കീർണമാണെന്നും സംസ്ഥാന സർക്കാരുമായി ചേർന്ന് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നും പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞു. ചടങ്ങിൽ AP അനിൽകുമാർ MLA, കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൌക്കത്ത്, നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാൽജി, നിലമ്പൂർ നോർത്ത് DFO ധനീഷ് കുമാർ IFS, അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അനീഷ സിദ്ദിഖ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. CCN മലപ്പുറം. 16ാമത് DYFI പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് സമാപനം. ശനിയാഴ്ച നടന്ന സമാപന പൊതുസമ്മേളനം അലത്തൂർ ദേശീയ മൈതാനിയിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം P രാജീവ് ഉദ്ഘാടനം ചെയ്തു. ശരിയായ വിശ്വാസികളാണോ ഇവർ? യഥാർത്ഥത്തിൽ വർഗീയത എന്നുള്ളത് വിശ്വാസത്തിന്റെ രാഷ്ട്രീയ പ്രയോഗമാണ്. മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിക്കുന്ന സന്ദർഭത്തിൽ ഉരുവിട്ട മന്ത്രധ്വനികൾ ഹേ റാം എന്നാണ്. രാമന്റെ മന്ത്രധ്വനികൾ ഉരുവിട്ടുകൊണ്ട് ഗാന്ധിയുടെ ജീവൻ വെടിഞ്ഞുവെങ്കിൽ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു എന്നുറപ്പായ സന്ദർഭത്തിൽ ഇരുകൈ മുഷ്ടിയും വായുവിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നാഥുറാം വിനായക് ഗോഡ്സെ വിളിച്ച മുദ്രാവാക്യം ജയ് റാം ശ്രീറാം. മഹാത്മാഗാന്ധി ഗാന്ധിയുടെ രാമന്റെ മന്ത്രധ്വനികൾ ഉരുവിട്ടുകൊണ്ട് ജീവൻ വിടിയുമ്പോ ഗോഡ്സെ രാമന്റെ മുദ്രാവാക്യം വിളിക്കുന്നു. ഏതാണ് ശരിയായ രാമൻ? വിശ്വാസിക്കൊരു രാമനുണ്ട്. വിശ്വാസിക്ക് രാമനാകാം, കൃഷ്ണനാകാം, ക്രിസ്തുവാകാം, ഏകദൈവ വിശ്വാസമാകാം. അസ്വസ്ഥതകളിൽ ആശ്വാസത്തിന്റെ ആൽമരത്തണലേകുന്ന പ്രതീകമാണ്. അല്ലാതെ അസ്വസ്ഥത വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ ആളുകൾ പ്രാർത്ഥിക്കാൻ പോകും, ഒരു ആശ്വാസം കിട്ടും. അത് അവരുടെ വൈയക്തികമായ അനുഭൂതിയാണ്, ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ളതാണ്. വിശ്വാസം എന്നൊരു വ്യക്തിയും ദൈവവും തമ്മിൽ അങ്ങേയറ്റം സ്വകാര്യമായ കാര്യമാണ്. നമ്മുടെ ഭരണഘടന അസംബ്ലിക്കകത്ത് നടന്ന ചർച്ചകൾ ആധികാരികമായി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞു വിശ്വാസം എന്നുള്ളത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അങ്ങേയറ്റം സ്വകാര്യമാണ്. ആ വിശ്വാസം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല. ആ വിശ്വാസം ഭരണ സംവിധാനങ്ങൾക്കകത്തൊന്നും തന്നെ ഇടപെടാൻ പാടില്ല. 3 ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിൽ 298 പ്രതിനിധികൾ പങ്കെടുത്തു. ജില്ലാ പ്രസിഡന്റായി ഷിബി കൃഷ്ണയെയും സെക്രട്ടറിയായി R ജയദേവനെയും തിരഞ്ഞെടുത്തു. ജിതിൻ രാജാണ് പുതിയ ട്രഷറർ. CCN പാലക്കാട്. വിദ്യാർത്ഥികളെ കലാകായിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ തൽപരരാക്കി ലഹരി വിപത്തിനെ നേരിടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ. പാലക്കാട് ഗവൺമെന്റ് മോയ്ൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കല,
അതുപോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ തൽപരരാക്കി ലഹരി മാഫിയെ നമ്മുടെ കുട്ടികളെ റാഞ്ചാനിരിക്കുമ്പോ അതിന് വിട്ടുകൊടുക്കില്ല. അതിനുള്ള ബദൽ പ്രവർത്തനങ്ങൾ സാമൂഹ്യ പുനഃസൃഷ്ടിയുടെ ഭാഗമായി നമ്മൾ നടത്തുമെന്ന് തന്നെയാണ് ആ പ്രവൃത്തിയുടെ വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചത്. അപ്പൊ നിങ്ങളുടെ ലഹരി എന്തായിരിക്കണം? സമൂഹത്തിന് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം, സ്വന്തത്തോട് നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം, അതൊക്കെ ഈ ജീവിതത്തിൽ സഹജീവികളെയും കൂട്ടുകുടുംബങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ച് തന്നാൽ കഴിയുന്ന സഹായങ്ങളും സഹകരണവും മറ്റുള്ളവർക്ക് നൽകി ജീവിക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികളിൽ കായികാവേശം നിറയ്ക്കുന്നതിനും അത് ലഹരിക്കെതിരായ കൊടുങ്കാറ്റാക്കി മാറ്റാനുമുള്ള 1 മില്യൺ തൂഫാൻ ഗോൾ പദ്ധതി ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞു. രാസലഹരിക്കെതിരെ തികഞ്ഞ ജാഗ്രത അനിവാര്യമാണെന്നും വിദ്യാർത്ഥികൾ ജീവിതമാകണം ലഹരി എന്ന സന്ദേശം മുറുകെ പിടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രമേശ് പിഷാരടി MLA അധ്യക്ഷത വഹിച്ചു. എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയോടനുബന്ധിച്ച് കോട്ടമൈതാനം അഞ്ചുവിളക്കിൽ നിന്ന് ആരംഭിച്ച ഫണ്ട് റൺ അഡ്വക്കേറ്റ് A. സുമേഷ് അച്യുതൻ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. ഫണ്ട് റണ്ണിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഗവൺമെന്റ് മോയൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു. ജില്ലാ വിമുക്തി മാനേജർ S. സജീവ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. CCN പാലക്കാട്. ആനമങ്ങാട് പള്ളിപ്പടിയിലെ ആക്രിക്കടയിൽ പട്ടാപ്പകൽ മോഷണം. കടയിൽ സൂക്ഷിച്ചിരുന്ന 5000 രൂപയും വിലപിടിപ്പുള്ള ചെമ്പുമാണ് മോഷ്ടാവ് അപഹരിച്ചത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സ്കൂട്ടറിലെത്തിയ ആളാണ് മോഷണം നടത്തിയതെന്ന് കടയുടമ പറഞ്ഞു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മോഷണത്തിന് പ്രതി ഉപയോഗിച്ച സ്കൂട്ടറിന്റെ നമ്പർ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. സംഭവത്തിൽ കടയുടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CCN പെരിന്തൽമണ്ണ. ഏലംകുളം എളാട് ചെക്ക് ഡാം കടവിൽ അപകടത്തിൽപ്പെട്ട കുട്ടിയുടെ ജീവൻ രക്ഷിച്ച മജീദ് വാഴമ്പറ്റയെ വില്ലേജ് ഗ്രൂപ്പ് മുതുകൃഷി വാട്സപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. മുതുകൃഷി ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന ചടങ്ങ് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹീന ഉദ്ഘാടനം ചെയ്തു. കുലുക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അലി മജീദിനെ മൊമെന്റോ നൽകി ആദരിച്ചു. കുലുക്കല്ലൂർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ പൂതനയിൽ ക്യാഷ് അവാർഡ് സമ്മാനിച്ചു. P. അബ്ദുള്ള ചടങ്ങിൽ വിഷയം അവതരിപ്പിച്ചു. രക്ഷാപ്രവർത്തനം നടത്തിയ മജീദിനെ അനുമോദിക്കാനായി പെരിന്തൽമണ്ണ തഹസിൽദാർ വേണുഗോപാലും എത്തിയിരുന്നു. ചടങ്ങിൽ വെച്ച് വില്ലേജ് വാട്സാപ്പ് കൂട്ടായ്മ എളാട് ചെക്ക് ഡാമിലെ സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തി ഇരു പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും നിവേദനങ്ങൾ കൈമാറി. ഏലംകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാരതിയമ്മ, വാർഡ് മെമ്പർമാരായ ഉഷ, സന്തോഷ്, രമ്യ എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ വീണ്ടും. കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കി. ആര്യബാബു കൊണ്ടൂർക്കുന്നിലാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. ശനിയാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം. സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ. പ്രിയദർശിനി പദ്ധതി ലോണെടുത്ത് ബസ് വാങ്ങിയവർ ആത്മഹത്യയിലേക്ക് ചെന്നെത്തുന്ന സാഹചര്യമാണുള്ളതെന്നും AK ബാലൻ. തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ച് ശക്തമായ സമരം നടത്തുമെന്ന് CITU. ഓപ്പറേഷൻ തൂഫാൻ നടപടികൾ ശക്തമാക്കി പോലീസ്. എടത്തനാട്ടുകരയിലും കൊണ്ടോട്ടിയിലും MDMAയുമായി യുവാക്കൾ പിടിയിൽ. വിദ്യാർത്ഥികളെ കലാകായിക പ്രവർത്തനങ്ങൾ കൂടുതൽ തൽപരരാക്കി ലഹരി വിപത്തിനെ നേരിടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. ആനമങ്ങാട് പള്ളിപ്പടിയിൽ പട്ടാപ്പകൽ മോഷണം. ആക്രിക്കടയിൽ നിന്ന് 5000 രൂപയും വിലപിടിപ്പുള്ള ചെമ്പും മോഷ്ടാവ് അപഹരിച്ചു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.